ലേഡീസ് മാരടത്തിനോട് ചെയ്യുന്ന തെറ്റായ ശീലങ്ങളെ പറ്റി നിനക്കറിയോ? റോങ് സൈസ് ബ്രാ ധരിക്കുന്നത് തെറ്റാണെന്ന് അറിയാം. അതെ, റോങ് സൈസ് ബ്രാ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്, ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അതായത് ഒന്നിക്ക് ടൈറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള ബ്രാ ധരിക്കുന്നത്. ഇപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ബ്രാ ധരിക്കുമ്പോൾ അവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ, ആ ഒരു മാരടത്തിലുള്ള ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഇനി ലൂസ് ആയിട്ടുള്ള ബ്രാ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ രൂപപ്പെട്ടിട്ട് സ്കിൻ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ സൈസ് മെഷർ ചെയ്യാനുള്ള ടെക്നിക്കും കാര്യങ്ങളും ഒക്കെ വീഡിയോസുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കൃത്യമായുള്ള സൈസുള്ള ബ്രാ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു മെയിൻ പോയിന്റ് തന്നെയാണെന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഗുണപ്പെടുന്ന ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം. പുതിയൊരു അടിപൊളി ഓഡിയോ ബുക്ക് നമ്മുടെ കുക്ക് ഓഫ് ഹോമിൽ വന്നിട്ടുണ്ട്, മൈ ഡിയർ സ്റ്റുഡൻറ് എന്നുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ഫിക്ഷണൽ ആയിട്ടുള്ള ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെ ഒരുപാട് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളും ഫിക്ഷണൽ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ലഭ്യമാണ് കുക്ക് ഓഫ് ഹോമിൽ. ഇപ്പോഴാണെങ്കിൽ ഫ്രീ ട്രയൽ ലഭ്യമാണ്, 7 ദിവസത്തേക്കുള്ള ഫ്രീ ട്രയൽ ലഭ്യമാണെന്നുള്ളതാണ്. സോ ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട, കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള ബ്രാ, ഈ ഒട്ടിച്ച് വെക്കുന്ന രീതിയിലുള്ള ബ്രാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബോഡി ടേപ്പ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് സംഭവങ്ങൾ. അപ്പോൾ ഈ പശയിലുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ കാരണമായേക്കാം എന്നുള്ളതാണ്. കൂടുതൽ നേരം അത് ഉപയോഗിച്ചിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ബ്രാകൾ ഒഴിവാക്കുന്നതെന്നല്ല, അത്തരത്തിലുള്ള സ്റ്റിക്കി ബോഡി ടേപ്പുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലതെന്നുള്ളതാണ്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട്, ആ മാരടം ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് സ്കിൻ ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്, ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ബോഡി മോയ്സ്ചർ, നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ബോഡി മോയ്സ്ചർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഓവർ കെമിക്കൽ സെൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നല്ല നമ്മുടെ സ്കിന്നിന് അധികം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കാത്ത രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ മോയ്സ്ചറും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഉറങ്ങുന്ന രീതിയിലും ഇല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഉണ്ട്. ഉറങ്ങുന്ന രീതിയിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പല ആൾക്കാരും ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള ശീലമാണ് ബെഡിലോട്ട് കമിഴ്ന്ന് കിടക്കുക എന്നുള്ള രീതി. അതായത് ബെഡിനെ ഫേസ് ചെയ്ത രീതിയിൽ കിടക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ബ്രസ്റ്റ് വളരെയധികം ബെഡിനോട് പ്രസ്സായ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെയുള്ള ബ്ലഡ് ഫ്ലോനെയും കാര്യങ്ങളൊക്കെ ബാധിക്കാം. ലോങ് ടേമിലോട്ട് ബ്രസ്റ്റിൽ ഡിഫോമിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതകൾ വരെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചില വേദനകൾ കാര്യങ്ങളൊക്കെ, കഴുത്തിനടുത്ത് വേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അത്തരത്തിലുള്ള ശീലം ഒഴിവാക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലതെന്നുള്ളതാണ്. അപ്പോൾ കമിഴ്ന്ന് കിടക്കാതെ ബാക്ക് വെച്ചിട്ട് കിടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നുള്ളതാണ്. പിന്നെ വരുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്മോക്കിംഗ് പോലുള്ള ബാഡ് ഹാബിറ്റ്സുകൾ, സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സ്മോക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ബാഡ് കെമിക്കൽസുകൾ കാര്യങ്ങളുണ്ട്. ഒരു തരത്തിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല സ്മോക്കിംഗ് എന്നുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ വലിച്ചു കയറ്റുന്നതാണ്. അപ്പോൾ ഇത് ബ്രസ്റ്റിൻ്റെ കേസിലോട്ട് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള ഇലാസ്തികത കാര്യങ്ങൾ നഷ്ടപ്പെടുകയും ബ്രസ്റ്റ് കൂടുതൽ തൂങ്ങിയ രീതിയിൽ വരാനുള്ള സാധ്യതകൾ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ടവയാണെന്നുള്ളതാണ് ഓരോ ആൾക്കാരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്. പിന്നെ വരുന്നൊരു കാര്യം റെഗുലർ ആയിട്ട് നമ്മൾ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാൻ കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്തെങ്കിലും അൺയൂഷ്വൽ മാറ്റങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. ഇപ്പോൾ അവിടെ കല്ലിപ്പ്, വേദന, റെഡ്നെസ്, അങ്ങനെ സ്കിന്നിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ നിപ്പിളിൽ നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും ഡിസ്ചാർജ് കൂടി അതിൻ്റെ കൂടെ വരികയാണ്. ഇങ്ങനെ അൺയൂഷ്വൽ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഡോക്ടറെ കാണേണ്ട കാര്യം കൂടിയാണെന്നുള്ളത് ജസ്റ്റ് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ടല്ലോ, ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ നടത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സോ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്തൊക്കെ മറക്കേണ്ട. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.